നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ചർച്ച, അഫാനെ കുറിച്ച് ആധികാരികമായ ചർച്ച നടത്തി. അതിൽ അഫാന്റെ അമ്മ ഷമീനയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ആ അമ്മയ്ക്ക് ചില പിഴവുകൾ സംഭവിച്ചു. അതായത് മകന്റെ പല കാര്യങ്ങളും പുറത്തു പറയാതിരുന്നു, സ്വന്തം ഭർത്താവിനോട് പോലും അത് പറയാതെ മറച്ചു വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചർച്ചയ്ക്ക് താഴെ ഉള്ള ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നീട് ഒരുപാട് കമന്റുകൾ, നമ്മൾ ചെയ്ത വാർത്തയിലെ തന്നെ അഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുടെ കമന്റുകളെല്ലാം നോക്കി. ഈ കമന്റ് നമ്മുടെ ആ ചർച്ചയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന അലി എന്നൊരാൾ കുറിച്ചതാണ് ഈ കമന്റ്. നിങ്ങളിൽ ഒരാൾ അമ്മയും മറ്റേ മേഡം അമ്മ എന്താണെന്ന് അറിയാത്തവളുമാണ്. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞത് മിനി മേനോനെ കുറിച്ച് തന്നെയാണ്. അറിയാത്തവൾ, അമ്മ എന്താണെന്ന് അറിയാത്തവൾ എന്ന് ഉദ്ദേശിച്ചത് എന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ആ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് പലരിലേക്കും പല രീതിയിലാണ് അത് കൺവേ ചെയ്തെത്തിയിട്ടുള്ളത്. അതങ്ങനെയാണല്ലോ. കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യം പലരിലേക്കും എത്തുമ്പോൾ പല രീതിയിലാണ് അത് എത്തുക. പക്ഷേ ഞാൻ അതിൽ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞത് എത്രയായാലും ഇത് വീട്ടിൽ നമ്മളതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ തമ്മിൽ വളരെ വളരെ സുതാര്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വീട്ടിൽ അംഗങ്ങൾ തമ്മിൽ ഉണ്ടാകണം. അപ്പോൾ അതിൽ ഉദ്ദേശിച്ചത് അലി എന്ന് പറയുന്ന ആൾ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആ ഷമീന എന്ന് പറയുന്ന ഉമ്മയെ കളിയാക്കിക്കൊണ്ടല്ല സംസാരിച്ചത്, അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയുമല്ല സംസാരിച്ചത്. ഞാൻ പറയുന്നത് ഷമീന എന്ന ഉമ്മയെ പോലെ ഒരുപാട് അമ്മമാർ ഈ സമൂഹത്തിലുണ്ട്. അതായത് മക്കൾ തെറ്റ് ചെയ്താലും അതിനെ തിരുത്താതെ, ശരിയാണ് മക്കളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, അമ്മമാരുടെ വാത്സല്യവും മാതൃസ്നേഹവും ഒക്കെയാണ്. പക്ഷെ അതൊന്നും മക്കൾ ക്രിമിനൽ ആകുന്നതിന് വളമാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ പറഞ്ഞ പോയിന്റ് തെറ്റാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ആ പറഞ്ഞത് തിരുത്താനും ഞാൻ തയ്യാറല്ല. തെറ്റായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചാൽ ഉറപ്പായും ഞാനത് തിരുത്തും. പക്ഷേ എനിക്കത് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞത് ആ പോയിന്റ് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനത് തിരുത്താനും തയ്യാറല്ല. അതുകൊണ്ട് അലി അങ്ങനെ കുറിച്ചത് അമ്മ ആരാണ് എന്നറിയാത്തവളാണ് എന്നൊന്നുമുള്ള കമന്റ് ഇടരുതായിരുന്നു. കാരണം ഞാനും ഒരു അമ്മയിൽ ഉണ്ടായ കുട്ടിയാണ്. എടുത്തു പറയാൻ ഞാനൊരു അമ്മക്കുട്ടിയും കൂടിയാണ്. പക്ഷേ ഞാൻ തെറ്റ് ചെയ്താൽ അതെന്റെ അമ്മ തിരുത്താറുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റുകളെ എന്റെ അമ്മ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റുകളിലൊന്നും വീഴാതെ ഇവിടെ വരെ എത്താൻ എനിക്ക് കഴിഞ്ഞത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിൽ എനിക്ക് എന്റെ അമ്മയോട് അങ്ങേയറ്റത്തെ കടപ്പാടുമുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോയിന്റിൽ അവർ അപ്പോഴെങ്കിലും മകൻ ഇത്രത്തോളം കടമുണ്ടാക്കുന്നതും മകൻ രാത്രിയിൽ ഒരുപാട് സമയം ലേറ്റ് ആയിട്ട് വരുന്നതും ഒക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സംശയം അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഭർത്താവിനോട് പറയാമായിരുന്നു. ശരിയാണ്, അദ്ദേഹത്തിന് ഇത്രയും പ്രഷർ, കടത്തിന്റെ പ്രഷറൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാമായിരുന്നു. നിങ്ങൾ അക്കാര്യം ആരോടും പറഞ്ഞില്ല. കടം ഉണ്ടാക്കി വെക്കുകയാണ്. അതായത് ലക്ഷങ്ങൾ മകൻ അമ്മാനമാടാൻ കൊടുത്തു എന്ന് തന്നെ എനിക്ക് ആ പോയിന്റ് പറയേണ്ടി വരും. ഇതില് നമ്മളിപ്പോ ഇന്ന് പല ഇന്റർവ്യൂവിലും കണ്ടു, 1.5 വർഷം മുൻപ് വരെ ഇവര് ഹോസ്പിറ്റലിലേക്ക് പോകാനും RCCയിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴും എല്ലാം തന്നെ ഇവരുടെ ഒരു അടുത്ത ബന്ധു എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങളില്ലാത്ത ചോദിച്ചപ്പോൾ 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അഫാനൊക്കെ +2 പാസ്സായി, അല്ലെങ്കിൽ +2 കഴിഞ്ഞു. ആ സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾ വലുതായി, അവര് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് ബന്ധു ഒഴിയുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു വലിയ അടുപ്പം ഈ കുടുംബവുമായിട്ട് ഉള്ളതായിട്ട് കാണുന്നില്ല. കാരണം ഇവര് പിന്നീട് ഈ കഴിഞ്ഞ 1.5 വർഷത്തിന് ഇപ്പുറമായിട്ട് അവരുടെ കുടുംബകാര്യങ്ങളൊന്നും തന്നെ ഈ അടുത്ത ബന്ധുവായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ ഒരു ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പം ഈ വയ്യാത്ത സമയത്ത് ഇങ്ങനെ അടി കിട്ടി അവിടെ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ ബന്ധു ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു. അപ്പൊ തലയില് 13 സ്റ്റിച്ചോ മറ്റോ ഉണ്ട്. അതുപോലെ തന്നെ മുഖത്തിന്റെ മൂക്കെല്ലാം ഈ സംഭവങ്ങളെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതെല്ലാം ചെവിയുടെ എല്ല് പൊട്ടി. ഇനി അതെല്ലാം നേരെയായി ഒരു ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് തീർച്ചയായും ഉമ്മ തിരിച്ചു വരട്ടെ. പക്ഷെ അതെല്ലാം ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാറുണ്ട്, ശാരീരിക വേദനയ്ക്കപ്പുറം മാനസികമായിട്ടുണ്ടാകുന്ന വേദന, അതിൽ നിന്ന് പുറത്തു കടക്കാൻ. പക്ഷെ അപ്പോഴും ഈ അവസ്ഥയിലും ഈ ബന്ധു വന്ന് ചോദിച്ചപ്പോഴും ഇവര് അഫ്സാനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചു, അവന് മുറിവൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അവർക്കറിയാം അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള പേടിയുണ്ട്. അഫാന്റെ അടുത്തായിരുന്നു അഫ്സാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പേടി അവരുടെ ഉള്ളിലുണ്ട്. അവന് മുറിവൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അഫാനെ കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചതുമില്ല.
അപ്പോ അതിൽ നിന്നും അവരൊരു പക്ഷെ പുറത്ത് പറയുന്നില്ല, പക്ഷെ അവർക്കറിയാം അഫാൻ വഴിതെറ്റി പോയിരിക്കുന്നു എന്ന്. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടോ, അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അവരിപ്പോഴും അത് തുറന്നു പറയാത്തത് എന്നറിയില്ല. അപ്പോൾ പല മാധ്യമങ്ങളിലും ഒരു ചർച്ചയായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ന്യൂസായിട്ടും എല്ലാം വന്നിരുന്നു. അമ്മ കൂടി അറിഞ്ഞുള്ള എന്തെങ്കിലും പണമിടപാടുകൾ ഈ മകന് ഉണ്ടായിരുന്നോ, അഫാൻ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ളതിൽ കൈവിട്ടു പോയതാണോ, അതുകൊണ്ടാണോ ആ കുടുംബം കൂട്ടാത്മഹത്യക്ക് അച്ഛൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവര് 3 പേരും തമ്മിൽ മരണം എന്നൊരു വഴി തെരഞ്ഞെടുക്കാൻ കാരണം ഈ അമ്മ കൂടി അറിഞ്ഞ കാര്യമാണോ എന്നുള്ളതെല്ലാം ഇനി കൂടുതൽ അറിയേണ്ടതുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോലും അവർക്ക് സംസാരിക്കാൻ വയ്യ. ഈ ബന്ധു പോലും അടുത്ത് ചെന്ന് ചെവി വെക്കുമ്പോൾ അവരുടെ സംസാരം അത്ര പരിചിതമായതുകൊണ്ട് മാത്രമാണ് അവർക്ക് കേൾക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവര് ഇനി, കാരണം ഇവൻ പറയുന്നത് ഒന്നും തന്നെ മുഖവിലക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ക്രിമിനൽ തന്നെയാണ്. അവൻ ഒരു മനോരോഗവും ഇല്ല എന്നുള്ളത് മെഡിക്കൽ കോളേജിൽ നിന്ന് മാനസിക ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്. അവനൊരു അസുഖവും ഇല്ല, അവന് മാനസികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ഒരു ന്യായം കേൾക്കുന്നതോ അവന്റെ ഭാഗം കേൾക്കുന്നതോ അല്ലെങ്കിൽ അവൻ പറഞ്ഞ മൊഴി സത്യമാണെന്ന് പോലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും അടുത്ത ബന്ധുക്കളെ ക്രൂരമായി കൊല ചെയ്തിട്ടുള്ള ഒരു കുട്ടി സത്യം മാത്രമേ പറയൂ എന്ന് വിശ്വസിക്കുന്നത് വലിയ മണ്ടത്തരം തന്നെയാണ്. അത് മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഷമീനെ പോലെ ഒരുപാട് ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ ഈ സമൂഹത്തിലുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതിൽ 100% അത് ശരിയല്ല, അല്ലെങ്കിൽ ഒരു 99% അത് ശരി തന്നെയാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണ് തിരുവനന്തപുരത്ത് വെള്ളറടയിൽ നടന്ന സംഭവം. വെള്ളറടയിൽ പ്രജിൻ എന്ന ചെറുപ്പക്കാരൻ അച്ഛനെ കഴുത്തിനും നെഞ്ചിനും വെട്ടി കൊലപ്പെടുത്തിയ സംഭവം. 8 വർഷത്തോളം മകന്റെ ക്രൂരതകൾ സഹിച്ച ആ വീട്ടിൽ കഴിഞ്ഞവരാണ് ആ മാതാപിതാക്കൾ. അവർ അവരുടെ ബന്ധുക്കളോടോ അയലത്തുള്ളവരോടോ പോലും പറഞ്ഞില്ല മകൻ ഞങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടെന്ന്. അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു 28 മുറിവുകളാണ് ഉണ്ടായിരുന്നത് ശരീരത്തിൽ. അതിൽ 3 മുറിവുകളാണ്, ആഴത്തിലുള്ള 3 മുറിവാണ് മരണകാരണം. അത് കഴുത്തിലെയും നെഞ്ചിലെയും വയറിലെയുമാണ് മരണകാരണമായിട്ടുള്ളത്. പക്ഷെ ആ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പഴക്കം ചെന്ന ഒരുപാട് മുറിവുകളുണ്ട്. അതായത് ചതവുകളുടെയും തല്ലിയതിന്റെയും ഒക്കെ ക്ഷതമൊക്കെ സംഭവിച്ചതിന്റെ പാടുകൾ ഉണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. 8 വർഷമാണ് ആ മകൻ ആ അച്ഛനെയും അമ്മയെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അവർ പുറത്തു പറഞ്ഞില്ല? നാണക്കേട് ഭയന്ന്. മറ്റൊന്ന്, മകൻ ജയിലിൽ പോകുമോ, മകനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് ഭയന്ന് അവർ പുറത്തു പറയാതിരുന്നതാണ്. ഒന്ന് ഓർത്തു നോക്കുക, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം വീട്ടിൽ 8 വർഷം അടിമകളെ പോലെ കഴിയേണ്ടി വന്നു. ചെറിയ നിസ്സാര കാര്യമൊന്നും അല്ലാതെ. അവർക്ക് ആരോടെങ്കിലും പറയാമായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമായിരുന്നു, എങ്കിൽ ആ അച്ഛൻ ഇന്ന് ജീവിച്ചിരുന്നേനെ. എന്തുകൊണ്ട് ചെയ്തില്ല? അവരുടെ പിഴവാണത്. അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ സമൂഹത്തിൽ ഇതുപോലെയുള്ള മാതാപിതാക്കളുണ്ട്, മക്കളെ സംരക്ഷിക്കുന്ന. അടികൊണ്ട് വീണിട്ടും ഷമീന എന്ന ഉമ്മ മകൻ തന്നെ ആക്രമിച്ചതാണെന്ന് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? ശരിയാണ്, നിങ്ങൾക്ക് വാത്സല്യവും സ്നേഹവും ഒക്കെ അത്യാവശ്യമാണ്. പക്ഷേ അതൊക്കെ ക്രിമിനൽ ആയിട്ടിരിക്കുന്ന മക്കളോട് കാണിക്കേണ്ടതല്ല. ആ അനുകമ്പയല്ല അവിടെ കാണിക്കേണ്ടത്. നിങ്ങൾ അതിനൊക്കെ അപ്പുറത്ത് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയും, അവർ അന്ന് മകൻ ഇത്തരത്തിൽ മകന്റെ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ട സമയത്ത് തന്നെ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വെഞ്ഞാറമൂട്ടിൽ അങ്ങനെ ഒരു കൂട്ടക്കൊല നടക്കുമായിരുന്നില്ല. ഇനിയിപ്പോ എന്തായാലും അവന് മാനസിക രോഗമില്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി അവനെ ഒരു ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് ആലോചിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം അവന്റെ മനസ്സിൽ കൊലപാതകം ചെയ്തിട്ടുള്ള ലഹരി അവൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള 2 കൂട്ടർ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മ വരുന്നത് ചെന്താമരയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവനൊരു ജാമ്യം കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 23 വയസ്സായ പയ്യനാണ് എന്നുള്ള ഇത് മാറ്റി നിർത്തി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ഏറ്റവും വലിയ ഒരു ശിക്ഷ തന്നെ, ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് നന്ദൻകോട്ടെ കേടല് സാത്താൻ സേവ ചെയ്യുമായിരുന്നു എന്ന് അവരുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഇത് പറയുമ്പോഴാണ് പറഞ്ഞത്, ഈ 3 കേസിലും ഒരുപാട് സാമ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഒരു കടുത്ത അന്ധവിശ്വാസം അല്ലെങ്കിൽ ദുരാചാരത്തിന്റെ ബാക്കി പത്രമായിരുന്നു ഈ പ്രജീനും കേടലും. അതുപോലെ തന്നെ ഈ അഫാനും എന്തിലെങ്കിലും പെട്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം തീർച്ചയായും ആലോചിക്കേണ്ടതാണ്. ഏത് മതം, ജാതി അതൊന്നും ഉൾക്കൊണ്ടിട്ടല്ല ഞാൻ ഈ പറയുന്നത്.
എന്തോ ഒരു തരത്തിലുള്ള ദുരാചാരത്തിന്റെ അടിമയായിരുന്നു ഇയാൾ എന്ന് അല്ലെങ്കിൽ വേണം അവൻ പറയാൻ. ലഹരി ഉപയോഗിച്ചിരുന്നു. അതായത് ലഹരിയേക്കാൾ കൂടുതലായിട്ട്, കാരണം ഈ ലഹരിയാണെങ്കിലും ഈ 6 മണിക്കൂറെല്ലാം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഇത്രയും അല്ല, ഞാൻ അവിടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ ചില വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഇയാൾ മദ്യപിച്ചത് കൊണ്ട് മാത്രം ചെയ്ത ഒരു കുറ്റകൃത്യമല്ല. മദ്യപിച്ചിട്ട് ഒന്നുകിൽ MDMA പോലെയുള്ള അതിമാരകമായ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് കണ്ടെത്താൻ പോലും കഴിയില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞല്ലോ 6 മണിക്കൂറൊക്കെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ സാധനം MDMA എന്ന് പറയുന്ന സാധനം 2-3 ദിവസം അതിന്റെ കിക്ക് നിൽക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു തളർച്ച ഉണ്ടാകില്ല, ഉറക്കം വരില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, വെള്ളം പോലും കുടിക്കാൻ തോന്നില്ല. പക്ഷേ ഒരു ഓണായിട്ട് നിൽക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ നമുക്ക് അതിലൊരു സംശയം വരുന്നത് പോലീസ് ഇതുവരെ അതിനെ കുറിച്ച് പറയുന്നില്ല. കാരണം ഇത്രയും ദിവസം അയാൾ മെഡിക്കൽ കോളേജിലായാലും അല്ലെങ്കിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇവന് മയക്കുമരുന്ന് കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ അവൻ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ കാരണം മാനസിക വിഭ്രാന്തി ഒന്നും തന്നെ അവൻ കാണിച്ചിട്ടില്ല. 3-4 ദിവസത്തോളം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതെ, പക്ഷെ അപ്പോഴും പക്ഷെ അലറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പോലീസ് പറയുന്നില്ല ഇവന് ഈ മയക്കുമരുന്ന് രാസലഹരി കിട്ടാത്തതിന്റെ പരിശോധനയിൽ കണ്ടെത്താൻ പോലീസ് എന്തുകൊണ്ട് പറയുന്നില്ല? അതും ഒരു ചോദ്യമായിട്ടിരിക്കുന്നു. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനകളിൽ ലഹരി ഉപയോഗിച്ചതായി തെളിവുകളില്ല എന്നാണ് പറയുന്നത്. പരിശോധന ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം 1 മാസം മുൻപൊക്കെ അവൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ ചില തെളിവുകൾ കിട്ടി എന്നുള്ള തരത്തിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇവൻ ആരുടെയെങ്കിലും ഏജന്റ് ആണോ? ഇവൻ ഏതെങ്കിലും ഒരു ദുരാചാര ആയിട്ടുള്ള സംഘടനയില് അംഗമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവന് ഈ കുടുംബത്തിനോടെല്ലാം ഇത്ര അധികം ദേഷ്യം വരാൻ കാരണം എന്താ? പിന്നെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും വേറൊരു കാര്യം കൂടി ഇതിൽ ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ ഫർസാന മരിച്ചു കിടക്കുന്നത് ഇങ്ങനെ കട്ടിലിൽ ചാരി, കസേരയിൽ ചാരിയാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്നെ വന്ന് അടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ചാരി വെച്ചു കൊടുക്കുന്നില്ല. അപ്പോ ഇതില് ഈ ഫർസാനയോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഈ പറഞ്ഞു കഴിയുമ്പോൾ ഈ കുട്ടി അന്തം വിട്ടിരുന്നോ അതോ ഇവൾ നീച്ചു ഓടിപ്പോയോ? ഓടിപ്പോയപ്പോൾ പുറകിലാണോ ആദ്യത്തെ അടി കിട്ടിയത് എന്നുള്ളത് കാര്യം നോക്കേണ്ടതുണ്ട്. അതിലൊക്കെ അഫാന്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായി. ഓടിപ്പോകുന്ന നേരത്ത് പിന്നാലെ ചെന്ന് അടിച്ചു കൊന്നതാണ്. അങ്ങനെയായിരുന്നു. കാരണം അഫ്സാനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്ന് കൊലപാതകങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ കുട്ടി പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് കൊന്നത്. അതെ, അതുപോലെ തന്നെ ഫർസാനിയും അങ്ങനെ തന്നെയായിരിക്കാം. കാരണം ഇത്രയും പേരെ കൊന്നു എന്ന് പറയുമ്പോൾ എത്ര സ്നേഹമുള്ള ആളാണെങ്കിൽ തന്നെയും ഒരു കൊലയാളി മുന്നിൽ നിന്നിട്ട് ചുറ്റിയും പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അതിനെ ഒരു പ്രേമപൂർവ്വം നോക്കി കാണാനെന്നുള്ള മനസ്ഥിതി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇവൻ ഒരു കൊടും ക്രിമിനൽ എന്നേ അഫാന്റെ ഇതിനെ കുറിച്ച് പറയാൻ പറ്റും. അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ കേഡലിന്റെ വിഷയം ഞാൻ മുമ്പ് പറഞ്ഞു നിർത്തിയത്. അവിടെ പറയാനുള്ളത് ഈ കേഡൽ ഇത്തരത്തിലുള്ള സ്വഭാവക്കാരനായിരുന്നു, സാത്താൻ സേവ പോലുള്ള സംഭവങ്ങൾ ചെയ്തിരുന്നു എന്ന് ആ കുടുംബക്കാർക്ക് അറിയാം, അച്ഛനും അമ്മയ്ക്കും അറിയാം. പക്ഷെ അവരത് പറയാതിരുന്നതിന്റെ കാരണം ഇവർ അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, പ്രൊഫസറാണ് അവരുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷെ എന്ത് നേട്ടമാണ് അവർക്ക് അതുകൊണ്ട് ഉണ്ടായത്? ഒരു കുടുംബം മുഴുവൻ ഇല്ലാതായി. വെള്ളറടയിൽ നടന്നതും ഇത് തന്നെയാണ്. ആ അച്ഛനും അമ്മയും പറയാതിരുന്നത് കൊണ്ട് അമ്മയുടെ മുന്നിലിട്ടാണ് ആ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ അമ്മ ആ അദ്ദേഹത്തിന്റെ എടുത്ത് മടിയിൽ കിടത്തി പൊട്ടിക്കരയുമ്പോഴാണ് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത്. അത്ര ദാരുണമായ സംഭവമാണ്. ഞാൻ പറയട്ടെ, മരിക്കുന്നിടം വരെ ആ അമ്മയുടെ മനസ്സിൽ ആ രംഗങ്ങൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്ന ഷെമീനയ്ക്കും തന്റെ മകൻ തന്നെ ഉപദ്രവിച്ചതായിരിക്കില്ലേ മകനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം അവരുടെ മുന്നിലേക്ക് വരുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ അമ്മമാർ, അതായത് ഈ സ്നേഹം, നിങ്ങൾ എത്ര സ്നേഹം വേണമെങ്കിലും കാണിച്ചോളൂ, പക്ഷേ തെറ്റിനെ തെറ്റാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുപോലെ തന്നെ വാത്സല്യം കൊടുക്കുന്ന അച്ഛന്മാരുണ്ട് മക്കളെ വഴിതെറ്റിക്കുന്നതിൽ. ഇത് ഇപ്പൊ ഈ സ്ത്രീകളെ മാത്രം പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഈ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വലിയ പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. വെള്ളറടയിലെ അച്ഛനും മകനെ പൊതിഞ്ഞ് സംരക്ഷിക്കാനാണ്. നമുക്കതുപോലെ തന്നെ ഒരു കമന്റ് അതിൽ പോലെ വന്നിരുന്നു, മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക വീടുകളിലും അച്ഛനെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് അമ്മ തന്നെയാണെന്ന്. അത് ഞാൻ അതായത് ആൺമക്കൾ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അച്ഛന്മാർ ശത്രുക്കളാണ്. ഒരു പ്രധാന അമ്മയ്ക്കാണ് കമന്റുകൾ. അപ്പൊ അതിന്റെ അർത്ഥം സമൂഹത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വക കമന്റുകൾ. ഇതിന് താഴെ എല്ലാം കമന്റ് ചെയ്യുന്നത് ഇതൊക്കെ അനുഭവിക്കുന്ന കുറെ മനുഷ്യരാണ്. ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം പറയുന്നത് തന്നെയാണ്, നിങ്ങൾക്കത് തുറന്നു പറയാമായിരുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇനി അങ്ങനെ ഒരു മാറ്റം വരേണ്ടതാണ്. അപ്പോ ഇതിനിപ്പം നിയമം വരണം, അല്ലെങ്കിൽ നീതി വരണം, ഭരണം മാറണം എന്നൊന്നും പറഞ്ഞ് നമ്മൾ മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ല.
നമ്മുടെ നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മൾ ചെയ്യണം. തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബവും നമ്മുടേതാണ് എന്നുള്ള ഒരു കൂട്ടിപ്പിടിക്കാൻ നമുക്ക് കഴിയുക തന്നെ വേണം. അവരകന്നു പോകും തോറും അവരെ എങ്ങനെ നമുക്ക് കൂട്ടിച്ചേർക്കാം, നമ്മളെ എങ്ങനെ നമ്മളോട് ചേർത്ത് നിർത്താം എന്ന് നമുക്ക് ശ്രമിക്കുകയെങ്കിലും ചെയ്യണം. ഈ ചില ആൾക്കാരൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നത്, ഇതിപ്പോൾ അഫാൻ എന്ന പേരല്ലേ നിങ്ങളെ ചൊടിപ്പിക്കുന്നത്? എന്ത് ചൊടിപ്പിക്കുന്നു? അഫാൻ എന്ന പേരാണ്. അല്ല, ഇനിയിപ്പോൾ രാഹുൽ ആയാലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റേ എന്താ പറയുന്നേ, ക്രിസ്ത്യാനികളുടെ പേരുള്ള ഏതെങ്കിലും ആളാണെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. മനുഷ്യനാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ജാതിയോ മതമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിനെയും കുറിച്ചല്ല നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അതിന്റെ എല്ലാം ഒരിക്കലും അല്ല. അങ്ങനെയല്ല. നമ്മൾ ഇതിനു മുൻപ് എത്രയോ വിഷയങ്ങൾ ചർച്ച മൂന്ന് മതങ്ങളും അല്ല തന്നെയല്ല. നമ്മൾ നെയ്യാറ്റിൻകരയിൽ അടുത്തിടെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഗോപൻ സ്വാമി. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ ഒരു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത് അവര് ഹിന്ദുക്കളാണ്. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ ഇത് മതത്തിന്റെ അല്ല. അപ്പോഴും അതിനെ ഇത്തരം കുത്തിത്തിരിപ്പോടെ കാണുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അതിൽ നമ്മൾ പറയുന്ന വസ്തുത ഇപ്പോഴും ഒരു കൂട്ടർക്ക് മനസ്സിലാകുന്നില്ല. അതിലെ പ്രധാന പോയിന്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയുന്നത്, അതായത് ഇതുപോലെയുള്ള ചെറുപ്പക്കാർ, പെണ്ണോ ആണോ ആയിക്കോട്ടെ, കുട്ടികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെ ശക്തമായ രീതിയിൽ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ തങ്ങളുടെ മക്കൾക്ക് നാണക്കേട് ഉണ്ടാകും, അല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ വിചാരിച്ച് അവരെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറയില്ലേ, കുടുംബങ്ങളിലെ ചില അന്തരീക്ഷങ്ങൾ. നമ്മൾ എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അച്ഛനും അമ്മയും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടാകുന്നില്ല. ചിലപ്പോൾ കുടിച്ചു വരുന്ന അമ്മയും അച്ഛനും വീട്ടിൽ നിരന്തരം ബഹളം, വഴക്ക്, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികളുണ്ട്. അവരുടെ അവസ്ഥയും അതിദാരുണമാണ്. ആ കുട്ടികൾ ഏറ്റവും മികച്ചവരായി സമൂഹത്തിൽ വളരണം എന്നൊന്നുമില്ല. അവരിൽ ഇത് നിരന്തരം കണ്ട് അവരിലും ക്രിമിനൽ സ്വഭാവങ്ങൾ ഉണ്ടാകാം. അവരുടെ മാനസികാവസ്ഥ മാറും. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജനിപ്പിക്കാൻ മാത്രമല്ല, അവരെ നന്നായി നോക്കാനും കഴിയണം. അതിനല്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് വെറുതെ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു കളയുന്നത്? അതിന്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് അവരെ നന്നായി നോക്കാൻ കഴിയുമെങ്കിൽ മാത്രം ജന്മം കൊടുക്കുക. ഇപ്പൊ എത്ര കേസുകളായി ഇതുപോലെ. 2025 തുടങ്ങിയതിന് ശേഷം വെട്ടും കുത്തും കൊലപാതകവുമാണ് ദിവസവും കേൾക്കുന്നത്. എവിടെയെങ്കിലും ഒരിടത്തുണ്ടാകും ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ. ശരിക്കും ഈ നാടിന്റെ അവസ്ഥ നമുക്ക് പണ്ടൊക്കെ ഇപ്പൊ കണ്ടു, അമ്മ 2 മക്കളെ ട്രെയിനിന് മുന്നിൽ ചാടിയത്. സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയില്ല, അങ്ങനെയുള്ള അതിനകത്തിലൊരു വൈദികന് റോളുണ്ടെന്ന് പറയുന്നു. അതാ പറഞ്ഞ. അപ്പോൾ അതൊക്കെല്ലാം നമ്മുടെ സമൂഹത്തിൽ ശരിക്കും ഒരു പുഴുക്കുത്തേറ്റ് നടക്കുവാണ്. എല്ലാം തന്നെ ഒരു പൊളിച്ചെഴുത്താണ് ആവശ്യം. നമ്മളെല്ലാവരും ചെയ്യുന്നത് നമ്മുടെ കാര്യം മൂടി വെച്ച് അന്യൻ എന്താണ് ചെയ്യുന്നത്, അടുത്ത വീട്ടിൽ നടക്കുന്ന കുൽസിതങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് എല്ലാവർക്കും തിരക്ക്. അതിനേക്കാളൊക്കെ ബഹുവേഗം ഇവിടുത്തെ ഭരണകൂടമാണ്. ഇന്ന് കേരളത്തിലെ അക്രമവാസനകളെ കുറിച്ചൊക്കെ, ലഹരി പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം നടന്നതിനകത്ത് എന്താ സംഭവിച്ചത്? അക്രമങ്ങളെ കുറിച്ച് ചർച്ച നടത്തിയത് അക്രമത്തിലാണ് കലാശിച്ചത്. അതാണ് പ്രശ്നം. ഈ അതെ, ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ തന്നെ മുണ്ടുപൊക്കി അടിക്കുന്നവരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് യഥാ രാജ തഥാ പ്രജ എന്നല്ലേ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത്? അതിനേക്കാൾ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് ഇപ്പോ ഭരിക്കുന്നത് നമ്മളെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഈ അലിമാരെ പോലെയുള്ളവരോട്, അത് ഇപ്പോഴും മനസ്സിലാകാത്ത അലിമാരെ പോലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും അപമാനിക്കാനോ പരിഹസിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ അതിലെ വ്യക്തമായ വസ്തുതകളാണ് പറയാൻ ശ്രമിച്ചത്. അത് നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. അതിനെ നിങ്ങൾ പോസിറ്റീവായി എടുത്താൽ വളരെ സന്തോഷം. അല്ലാതെ നെഗറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ട് എന്നെ തെറി വിളിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ തെറി വിളിച്ചത് കൊണ്ട് അത് നിങ്ങളുടെ രീതി, നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ പഠിച്ചതാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നേ ഞാൻ വിചാരിക്കുകയുള്ളൂ. തിരിച്ച് ഞാൻ തെറി പറയാനൊന്നും വരുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, അതിനെ ഒരു വ്യക്തമായ രീതിയിൽ ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും മനുഷ്യർ പഠിക്കട്ടെ. ഞാൻ പറയുന്നതെന്നല്ല, ആര് വേണമെങ്കിലും പറയുന്നതായിക്കോട്ടെ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ല, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുള്ള നമ്മളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം അതില് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാം. നമ്മളെ സംരക്ഷിക്കുക. അതില് മറ്റുള്ളവരെ വെറുതെ ആവശ്യമില്ലാത്ത കമന്റുകളും, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ഭാഗം മൂടി വെച്ച് മറ്റുള്ള വീട്ടിലേക്ക്, അടുത്ത വീട്ടിലേക്ക് നോക്കിയിരുന്ന് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പൊതുവെ നമ്മുടെ അവിടെ പണ്ട് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്,
രണ്ട് കാലിലും മന്തുള്ളവൻ ഒരു കാലിൽ മന്തുള്ളവനെ നോക്കിയിട്ട് കളിയാക്കുന്നു. അതാ പോകുന്നു മന്തുകാലൻ എന്ന് പറയുന്നു. അതാണ് ഇപ്പൊ സമൂഹത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ മക്കളെ വളർത്തുമ്പോൾ തന്നെയാണ് ശരിക്കും അവരും ഇതുപോലെ തന്നെ വഴിതെറ്റി പോകുന്നത് കുറെയൊക്കെ. ശരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. സമൂഹത്തിന്റെ ഈ ഒരു പോക്ക് അത് ഒരിക്കലും അങ്ങനെ ആകരുത്. ഇത് എന്റെ നാടാണ്, എല്ലാവരും നമ്മൾ പിന്നെ ഒരുപോലെയാണ് ഇതില് എന്നല്ലേ ഇതിൽ പറയുന്നത്. തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ മക്കളുടെ കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ അമ്മമാര് പൊതിഞ്ഞു പിടിക്കണം, അച്ഛൻ പൊതിഞ്ഞു പിടിക്കണം എന്നെല്ലാം പറഞ്ഞെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പൊ വളർന്നു വരുന്ന സമൂഹത്തിനും ഒരു ചെറിയ, ഇതെന്തായാലും ഈ കാണുന്നവരില് നമ്മുടെ മക്കളുടെയൊക്കെ പ്രായമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവരോടത്ത് എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇവര് ഒരു ഉപദേശം നൽകുന്നു എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും ഉപദേശം കേൾക്കണ്ട, നിങ്ങളെല്ലാവരും ഉപദേശക സമിതിയാണ് എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ച് മാറ്റുന്ന, തന്തവൈബാണ്, തള്ളവൈബാണ്, അങ്ങനെ പറയുന്ന ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിക്കുന്നില്ല. അവര് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ അങ്ങ് എത്തിയെന്നുള്ള ചിന്തയില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിന് പെൺകുട്ടികളാണെങ്കിൽ അതിനെ എതിർക്കുന്നത് ഫെമിനിസത്തിന്റെ പേര് പറഞ്ഞും, ആൺകുട്ടികളാണെങ്കിൽ ഇത് പറയുന്നത് ഒരു ഉപദേശത്തിന്റെ രൂപം പറഞ്ഞും, അമ്മാവൻ സംഘം പറഞ്ഞ് മാറുന്നു. ഇത് രണ്ടും തന്നെ തെറ്റാണ്. നമുക്ക് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ഫെമിനിസം ചിന്താഗതി കൊണ്ടല്ല നമ്മൾ നോക്കേണ്ടത്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നുള്ളത് കേൾക്കുക. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അതെല്ലാം വന്നു ചേരുന്നത് അവസാനം അപകടത്തിൽ മാത്രമായിരിക്കും. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആദ്യം മുതലേ തിരിച്ചറിയാൻ കുട്ടികളും ശ്രദ്ധിക്കണം. അവര് എന്ത് പറഞ്ഞാലും തല്ലൂടി പോവുകയാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ അച്ഛനമ്മമാരും പിന്നെ ശ്രദ്ധിക്കണം. ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഞരമ്പ് രോഗമുള്ള അമ്മാവന്മാരും ഉണ്ട്, ഇല്ലാന്നൊന്നുമല്ല. എടുത്ത് നോക്കിയാൽ ചില കമന്റുകൾ അങ്ങനെ നമുക്കറിയാലോ. തെറ്റിനെ തെറ്റായിട്ട് കണ്ട് അതിനെ മാറ്റി നിർത്തുക, ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ അതിനെ ഉൾക്കൊള്ളുക. നമുക്ക് അതിനാണല്ലോ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം. അത് മനുഷ്യർക്ക് തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിയാനും വകതിരിവ് ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നമുക്ക് തെറ്റിനെ മാറ്റി നിർത്താനും നല്ലതിനെ തെരഞ്ഞെടുക്കാനും ഒക്കെ കഴിവുള്ള മനുഷ്യരാണ് നമ്മൾ. കാരണം കൈവിട്ടു പോയതിനു ശേഷം പിന്നീട് കടന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടോ കാര്യമില്ല. കാരണം ആ ചാപ്റ്റർ കഴിഞ്ഞുപോയി. ഇനി ഒരിക്കലും നമുക്കതിനെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പൊ അഫാന്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം വന്നുപോയി. ഇനി ഒരിക്കലും ഇവർക്കൊരു ജീവിതം കൊടുക്കാനോ അഫാനും അഫാന്റെ കുടുംബവും ഒരിക്കലും ഇനി മുന്നേത്തെ പോലെ 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന പോലെ ജീവിക്കാനോ ഈ ജീവിതത്തിൽ ഇനി പോകുന്നില്ല. അപ്പൊ നമുക്ക് ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. അത് എത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത്രയാണ് പറയാനുള്ളൂ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.